സംഭവമാണെന്നുള്ളത് വ്യക്തമാക്കി തന്നത് സിനിമകളിലൂടെ തന്നെയാണ്. ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളിൽ നിന്ന് ഒക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ഒരു മാരകമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മെല്ലെ മോചിതരായി വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരെ ഇനി ഇത് ഉപയോഗിച്ച് പല രൂപത്തിലുള്ള ആ ഒരു മയക്കുമരുന്ന് സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇന്ന് വിപണിയിലുള്ളത്. ചെറിയ കുട്ടികളിലടക്കം ഇത് അടിച്ചേൽക്കുന്നുണ്ട്. കാരണം സ്കൂൾ തലത്തിൽ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, പിന്നെ +1, +2 അങ്ങനെയൊക്കെ കയറി വരുന്ന കുട്ടികളിൽ തന്നെ ഈ ചെറിയ ചെറിയ മിഠായി പോലെയുള്ള ആ ഒരു ലഹരി വസ്തുക്കളൊക്കെ ഇന്ന് ചെറിയ ചെറിയ കടകളിലൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ഈ കുട്ടികളിൽ ചെറിയ ഡോസിലുള്ള ഒരു മിഠായി രൂപത്തിലുള്ള ഒരു ഗുളിക പോലെയുള്ള സാധനമൊക്കെ ഇന്ന് വിപണിയിലുണ്ട്, ആ സാധനം വിൽക്കുന്ന കട ആ ആളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ കുട്ടി വിചാരിച്ചു ഞാനൊരു പോലീസുകാരനാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, അവര് വിൽപ്പന നടത്തുകയോ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ളത് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നീ മറ്റുള്ള ആളുകളോടൊന്നും ഇത് ഷെയർ ചെയ്യാൻ നിൽക്കല്ലേ. കാരണം അവര് വലിയൊരു വിങ്ങാണ്. ഇത് വിൽപ്പന നടത്തുന്ന ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്ന വ്യക്തി ആ കേസിന് ആസ്പദമായി പിന്നെ അതൊരു സാക്ഷിയായി മാറാനും സാധ്യത. അപ്പൊ കോർട്ടിൽ വെച്ച് ആ വ്യക്തിയുടെ സാക്ഷിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, കേസ് ഇപ്പോൾ ഒരു പ്രതിയെ പിടിച്ച ചിലപ്പോൾ 14 ദിവസം അതല്ലെങ്കിൽ ഒരു 6 മാസം ജയിലിൽ വെക്കുമായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണിച്ചു കൊടുത്ത വ്യക്തികളെ അവർ ഒന്നും ചെയ്യണമെന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ആ ഒരു ഗാങ്ങിൽപ്പെട്ട മറ്റ് ചില ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മൾ പോലും അറിയില്ല അത്. പിന്നീട് ആ ഒരു വ്യക്തിയുടെ കഷ്ടകാലം അന്നു മുതൽ തുടങ്ങും. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നടന്ന സംഭവങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു കാരണവശാലും അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കാനും പോകണ്ട. അതുപോലെ തന്നെ ആ ഒരു മാരകമായിട്ടുള്ള ഡ്രഗ്സിന്റെ ആ ഒരു ടീമിന്റെ ആ ഇതിൽ പെടാനും പോകണ്ട. എന്തായാലും നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലെ? പള്ളിക്കൽ കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 45-കാരനായ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ കാട്ടുപുതുശ്ശേരി സ്വദേശി മുജീബ് ഇന്നലെ അർദ്ധരാത്രിയാണ് പിടിയിലായത്. പ്രതിയുടെ ഭാര്യയുമായി കൊല്ലപ്പെട്ട ഷിഹാബുദ്ദീൻ ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിച്ചാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. കൊല്ലം വെളിനല്ലൂർ സ്വദേശി ഷിബു എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള ഷിഹാബുദ്ദീനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു ബന്ധുവായ മുജീബ് ഷിബുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വീട്ടിലേക്കുള്ള വഴിയിൽ കാത്തുനിന്ന ശേഷം കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. കൃത്യത്തിന് ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. എവിടം വരെ ഓടി രക്ഷപ്പെടും? രാത്രി തന്നെ നടത്തിയ വ്യാപക തിരച്ചിലിനിടയിലാണ് പ്രതിയെ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയുള്ള ക്രഷർ യൂണിറ്റിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതി. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. മുജീബിന്റെ ഭാര്യയുമായി ഷിബുവിന്, അതായത് ഷിഹാബുദ്ദീന് അടുപ്പമുണ്ടായിരുന്നുവെന്ന സംശയത്താലാണ് കുത്തിയത്. പ്രതിയെ ഇന്ന് തെളിവെടുപ്പിനായി എത്തിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി. എന്ത് ഗുണം കിട്ടിയല്ലേ? ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോ നമ്മുടെ ഭാര്യമാർ തന്നെ ആവട്ടെ, നമ്മുടെ ഭാര്യമാർ ചിലപ്പോൾ പല സുഹൃത്തുക്കളുമായിട്ടും പല രീതിയിലുള്ള ആ ഒരു ഫ്രണ്ട്സായിട്ടും അതുപോലെ മറ്റ് ചില കാര്യങ്ങൾക്കുമായിട്ടും മുതിർന്നു നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ആ ഒരു ദൃഷ്ടിയിൽ പെട്ടുകഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ പറഞ്ഞ് കേട്ട് അതിനെ പ്രതികരിക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നമ്മുടെ ഭാര്യമാരെ ഏത് രൂപത്തിലാണ് ബോധവൽക്കരണം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ അവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വില്ലിങ്ങായി നിൽക്കുന്ന ആ ഒരു മറ്റേ എന്താ പറയാ ഫ്രണ്ട്സുകളായിരിക്കും, അവരെയല്ല കൊലപ്പെടുത്തേണ്ടത്. അപ്പോൾ അവരെ കൊലപ്പെടുത്തിയിട്ടോ അതല്ലെങ്കിൽ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം ശിക്ഷ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം അതിനാൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കക്ഷി നമ്മുടെ ഭാര്യയുമായിട്ട് ഒരു അടുപ്പം, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിയുമായിട്ട് ഒരു അടുപ്പം, അതല്ലെങ്കിൽ മകളുമായിട്ട് അടുപ്പം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്കതിനെ തടയാൻ യാതൊരുവിധ മാർഗവുമില്ല. ചിലപ്പോൾ നമ്മളെക്കാളും വളരെ ആകാര സംഭവങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒന്ന് എതിർക്കാൻ പോലും കഴിയാത്ത വ്യക്തിയായിരിക്കും. അപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ നമ്മൾ ഒരാളെ പ്രതികരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആളെ കൈകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു മരണം എന്ന് പറയുന്ന പോലെ. അപ്പൊ നമ്മ മറ്റൊരാളെ കൊല്ലാനോ കൊലവിളിക്കാനോ ഒന്നിനും പോകണ്ട. ഇവിടെ ഈ രാജ്യത്ത് നിയമ സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയുമായിട്ട് മറ്റൊരു രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് സംസാരിക്കണം. മാന്യമായി സംസാരിക്കുകയും ആ ഒരു ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവരെ ബോധവൽക്കരണം നടത്തണം. അതല്ലെങ്കിൽ അവരോട് കാര്യം പറഞ്ഞ് അവതരിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇനി ഇത് ആവർത്തിച്ചാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നീ വലിയ രൂപത്തിൽ തന്നെ അത് നേരിടേണ്ടി വരും എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും അവർ അതേ രൂപത്തിൽ തന്നെ നമ്മളെ ഒരു ഊളന്മാരായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ഭാര്യമാരുടെ അരികിലോ മക്കളുടെ അരികിലോ ഒക്കെ അത്തരം രീതിയിൽ ആ ഒരു ലൈംഗിക ചുവയോടുകൂടി വരുന്നുണ്ട്, അതല്ലെങ്കിൽ അവരുമായിട്ട് അത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ പ്രതികരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിയമപരമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു എവിഡൻസോട് കൂടി തന്നെ ആയിരിക്കണം ആ പ്രതിയെ പിടികൂടേണ്ടത്. അതിന് നമുക്ക് പരമാവധി നമ്മുടെ ആ ഒരു നാണവും മാനവും ഒന്നും നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പരമാവധി നമ്മുടെ അയൽവാസികളെ കൂട്ടണം. അയൽവാസികളെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നെയായിരിക്കണം കൃത്യം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ തന്നെ കയ്യോടെ പിടികൂടുന്ന ആ ഒരു രീതി അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഇവർ രണ്ടുപേരെയും ബോധവൽക്കരണം നടത്തി പിന്നീട് അവർ നമ്മളെ ഒരു ഊളന്മാരാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയൽവാസികളുടെ സഹായത്താലായിരിക്കണം ആ ഒരു പിടികൂടൽ. അവരെ ഉപദ്രവിക്കാനോ മറ്റ് രൂപത്തിൽ അവരെ ഇതാക്കാനോ ഒന്നും നിൽക്കരുത്. ഞാനത് പകുതി വിഴുങ്ങിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ പല രൂപത്തിലുള്ള നിയമസാധ്യതകളുമുണ്ട്. നമുക്കിനി ആ ഭാര്യയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ലേ? അതിനും നിയമങ്ങളുണ്ട്. അതല്ല അവര് മറ്റൊരാളുടെ ഭീഷണിയിൽപ്പെട്ടിട്ടാണ് ഇത്തരം ലൈംഗികപരമായിട്ടുള്ള ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയുമായിട്ട് ഒന്ന് സഹകരിച്ച് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ രീതികളെ കുറിച്ചൊന്ന് നമ്മൾ പഠിക്കുന്നതും നല്ലതാണ്. കാരണം ചില സ്ത്രീകൾ മറ്റ് പുരുഷന്മാരെ കാണുന്ന സമയം ഒന്ന് ചിരിക്കുമായിരിക്കും. ആ ചിരിയിൽ പിന്നീട് അത് സൗഹൃദം വളർന്നു വരും. പിന്നീട് അത് പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട്, സ്ത്രീകൾ കുറച്ചൊക്കെ ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഇംഗിതത്തിന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു കോഴി സ്വഭാവം ഒക്കെ കാണിക്കും. അപ്പൊ ചില സ്ത്രീകൾക്ക് ആ പുരുഷന്മാരോടായിരിക്കും കൂടുതലും അടുപ്പം തോന്നുക. കാരണം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹത്തിൽ ആ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ ഒരു പ്രണയമോ അതല്ലെങ്കിൽ ഒരു കരുതലോ ഒന്നും ഉണ്ടാവില്ല. കാരണം അത് കിട്ടിക്കഴിഞ്ഞല്ലോ. പിന്നീട് ആ ഭർത്താവ് ചിന്തിക്കുന്നത് ഇനി ആ ഭാര്യയെ സംരക്ഷിക്കണം, മക്കളുണ്ടെങ്കിൽ മക്കളെ സംരക്ഷിക്കണം, വീട് സംരക്ഷിക്കണം എന്നുള്ള ഒരു വലിയ ഒരു ഭാരമാണ് പിന്നീട് ആ ഒരു പുരുഷന്റെ തലയിലുണ്ടാകുക. അപ്പൊ അവിടെ ഭാര്യയുമായിട്ട് കൂടുതൽ സമയം പ്രണയിക്കുന്ന സമയത്തിൽ സംസാരിച്ചിരുന്ന പോലെ
അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കണ്ടിരുന്ന പോലെ പിന്നീട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഭാര്യ ചിന്തിക്കും, ഇത്രയും നാള് എന്നെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന സമയം എന്നോട് എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് എന്നോട് എൻ്റെ